ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പെരുവണ്ണാമൊഴി ഡാം കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കും കാണിച്ചു തരാം. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപം ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് പെരുവണ്ണാമൊഴി ഡാം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ടൗണിൽ നിന്നും 55 കിലോമീറ്റർ ദൂരെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പെരുവണ്ണാമൊഴി. കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറ്റ്യാടി ഡാം എന്നും അറിയപ്പെടുന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. പെരുവണ്ണാമൊഴി കക്കയം അണക്കെട്ടുകളോട് അനുബന്ധിച്ചുള്ള മേഖല മലബാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. പെരുവണ്ണാമൊഴി മുതലവളർത്ത് കേന്ദ്രവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന പൂന്തോട്ടവും പെരുവണ്ണാമൊഴി ഡാമിനെ കൂടുതൽ സുന്ദരിയാക്കുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ അതിശയകരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരുവണ്ണാമൊഴി അണക്കെട്ട് പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ആകർഷകമായ സ്ഥലമാണ്. ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ കാഴ്ചകളും നിറഞ്ഞ പെരുവണ്ണാമൊഴി അണക്കെട്ട് ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി അല്പസമയം പ്രിയപ്പെട്ടവർക്കൊപ്പം ചെലവഴിക്കാൻ ഏറെ അനുയോജ്യമായ ഇടമാണ്. മലബാർ വന്യജീവി സങ്കേതം, ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കൃഷി വിജ്ഞാന കേന്ദ്രം തുടങ്ങിയ നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത്. പക്ഷിത്തുരുത്ത് എന്നറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം ഈ ജലസംഭരണിയിലെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിൽ വിശ്രമിക്കാനോ ട്രെക്കിംഗ് നടത്താനോ വന്യജീവികളെ പര്യവേഷണം നടത്താനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ പെരുവണ്ണാമൊഴി ഒരു മികച്ച അനുഭവം തരും, അതുറപ്പാണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡാണ് ഈ ഡാം മനോഹരമായും വൃത്തിയായും പരിപാലിച്ചു പോരുന്നത്. സർക്കാർ മുതലവളർത്തു കേന്ദ്രം 1977 ജൂലൈ 1 സ്ഥാപിതമായത്. മഗ്ഗർ ഇനത്തിലുള്ള മുതലകളാണ് ഇവിടെയുള്ളത്. മുതലകൾക്ക് പുറമെ സമീപദേശത്തു നിന്നും പിടിക്കുന്ന പാമ്പുകൾ, അപൂർവ ഇനം പക്ഷി മൃഗാദികൾ എന്നിവയും ഇവിടെ താൽക്കാലികമായി സൂക്ഷിച്ചു പോരുന്നു. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.